ഇത് പിണറായി വിജയൻ തരുന്നത് പോലെ കിറ്റല്ല. കിറ്റ് തന്നിട്ട് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നിട്ട് വോട്ട് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഉളുപ്പില്ലാത്ത പരിപാടിയല്ല. ക്യാപ്പബിലിറ്റിയാണ് തരുന്നത് നിങ്ങൾക്ക്. നിങ്ങളുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് പുഴുത്തരി മാത്രം വാങ്ങാനായിട്ടുള്ള ഒരു ഉപകരണമല്ല ഇനി മുതൽ. BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രതിമാസം 2500 രൂപയുടെ ഗ്യാരണ്ടി, ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ഗ്യാരണ്ടി നിങ്ങളുടെ വീടുകളിലുണ്ടാവും. ഇത് നിങ്ങൾ വേണ്ടെന്ന് വെക്കും. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പ്രയോജനം ഇല്ലാത്തത്? ആംബുലൻസ് ഇല്ല, ആകെ ഒരൊറ്റ നഴ്സ് അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ, ഇവരെ കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഓടുന്നത്. ഇവർക്ക് ആകെ കയ്യിലുള്ളത് പാരസിറ്റമോൾ പോലത്തെ ഗുളികകളും എന്തെങ്കിലും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളുമാണ്. അത് ഇവര് ഇനിഷ്യേറ്റീവ് എടുത്ത് പാവം തോന്നിയിട്ട് പലതും കൊണ്ട് തരുന്നതാണ്. ഡയപ്പറുകളോ അല്ലെങ്കിൽ ഈ യൂറിൻ ബാഗുകളോ അങ്ങനത്തെ യാതൊരു അസിസ്റ്റൻസും ലഭ്യമല്ല, ഒന്നും തന്നെ ഇല്ല. ഈ പാലിയേറ്റീവ് കെയറിൽ ബുക്ക് ചെയ്താൽ തന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ തിരിച്ചു വിളിച്ച് എന്താ ഏതാ എന്നൊക്കെ ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് റിപ്ലൈ വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ വ്യക്തികളും ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിന്റെ ഉത്തരവും നിങ്ങൾക്കറിയാം. ഇടതുപക്ഷം സമ്മതിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. നമുക്കറിയാം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. അവരുടെ ചികിത്സ എന്ന് പറയുന്നത് 100% ഫ്രീ ആണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? BPL കാർഡ് ഉടമകളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാർക്ക് പ്രതിമാസം 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ കാർഡുകളാണ് വരാൻ പോകുന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് അവർക്ക് മാസം ഭക്ഷ്യസാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളും വാങ്ങാം, മരുന്നും വാങ്ങാം. ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയാണ്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആരുടെയും പ്രകടന പത്രിക ചർച്ച ചെയ്യാതെ BJP NDAയുടെ മാത്രം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നടപ്പിലാക്കാൻ സാധ്യതയുള്ളത്, അതായത് നടപ്പിലാക്കാൻ പറ്റുന്നതും ഓൾറെഡി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു പ്രായോഗികമായ പ്രകടന പത്രിക അത് BJPയുടേതാണ് എന്നതാണ് കാരണം. നമുക്കതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാം എന്റെ വീഡിയോസ് കാണുന്ന ആളുകളെല്ലാം കുറച്ച് മുതിർന്ന ആൾക്കാരാണ്. 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും എന്നോട് സംസാരിക്കാറുള്ളതും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച്. നിങ്ങൾ നിങ്ങളുടെ ജീവിത കാലയളവിന്റെ ഉള്ളിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ കണ്ടിട്ടുണ്ടാവും. ഇടതും വലതുമാണ് ഇതുവരെ മാറി മാറി നമ്മളെ ഭരിച്ചത്. ഒരുപാട് പ്രകടന പത്രികകളും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഇടതും വലതും പുറത്തിറക്കിയ ഒട്ടും പ്രായോഗികമല്ലാത്ത 100% ബ്ലണ്ടർ ആയിട്ടുള്ള വെറും വാഗ്ദാനങ്ങൾ നിറഞ്ഞൊരു പ്രകടന പത്രിക നിങ്ങൾ കണ്ടും കഴിഞ്ഞു. ഇതൊന്ന് നോക്കുക, എന്നിട്ട് താരതമ്യം ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ എന്ന് വോട്ട് ചെയ്യും മുമ്പ് സ്വയം ഒന്ന് ചിന്തിക്കുക. നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കർഷകരെ എങ്ങനെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കാന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം പഴങ്ങൾക്കും പച്ചക്കറികൾക്കും അരിക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വിലയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം വരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഉൽപ്പാദിക്കപ്പെടുന്നില്ല? കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. കർഷകർക്ക് താങ്ങുവില വളരെ കുറവാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. വിളകൾക്ക് അധികം വിളകൾക്കും താങ്ങുവില ഇല്ലതാണ്. ഇനി കർഷകർക്ക് നെല്ലൊക്കെ സംഭരിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? പൈസ കിട്ടുന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു വെയിലാണ്. അതായത് ഈ നെല്ല് സംഭരിക്കുമ്പോഴത്തേക്ക് അതിന്റെ അളവ് നോക്കിയിട്ട് ഒരു റെസിപ്റ്റ് കൊടുക്കുന്നു. ആ റെസിപ്റ്റ് എടുത്ത് ബാങ്കിലേക്ക് ചെല്ലുന്നു. ബാങ്കിൽ നിന്നും അതിന്റെ തുക വായ്പയായി അനുവദിച്ച് ഇവർക്ക് നൽകുന്നു. ഈ വായ്പ തിരിച്ചടക്കേണ്ടത് ഗവൺമെന്റ് ആണ്. നമുക്കറിയാമല്ലോ, ഗവൺമെന്റിന്റെ കയ്യിൽ തിരിച്ചടക്കാൻ കാശില്ല. ഗവൺമെന്റ് പൈസ അടയ്ക്കുന്നില്ല. കർഷകന്റെ സിബല് പോകുന്നു. അയാൾക്ക് വീണ്ടും ഒരു വായ്പ എടുക്കാൻ പറ്റാത്ത രീതിയിലാകുന്നു. ഇതിന്റെ ക്യാഷ് ഒട്ട് കിട്ടിയില്ല, അത് കടവായിരിക്കുക. എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. എന്നാൽ BJP വാഗ്ദാനം നൽകുന്നത് താങ്ങുവില അധികമായി വർദ്ധിപ്പിക്കുമെന്നും അധികം വിളകൾക്കും താങ്ങുവില നൽകുമെന്നാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ നൂലാമാല നിറഞ്ഞ പ്രോസസ്സില്ലേ, കർഷകരെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ്, അത് അങ്ങനെ തന്നെ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് കർഷകൻ തന്റെ നെല്ല് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അളന്നു തൂക്കി അതിന്റെ എമൗണ്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന രീതിയിലാണ് BJP പരിഷ്കരിക്കാൻ പോകുന്നത്. ഇത് പ്രായോഗികമാണോ? തീർച്ചയായും പ്രായോഗികമാണ്. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഓൾറെഡി ഇതിങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇതുവരെ നടന്നില്ല? കേരളത്തിൽ ഇതുവരെ BJP ഭരിച്ചിരുന്നില്ല. അടുത്തതായി വാഗ്ദാനം ചെയ്യുന്നത് കോൾഡ് സ്റ്റോറേജ് ആണ്. അതായത് കർഷകർക്ക് നമുക്കറിയാം അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കേടായി പോകും. അതാണ് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം. അതിനൊരു പരിഹാരമാണ് ഭാരതീയ ജനതാ പാർട്ടി വാഗ്ദാനം ചെയ്യുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ കേട് കൂടാതെ ഓഫ് സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആകുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം സംസ്ഥാനത്തുടനീളം ഒരുക്കുമെന്നുള്ളതാണ്. ഇതും ഓൾറെഡി പല സംസ്ഥാനങ്ങളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഇവിടെയും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പല രീതികൾ ഇതിന് അവലംബിച്ചേക്കാം. ഓക്സിജൻ ഫുള്ള് റിമൂവ് ചെയ്തുള്ള ഒരു പാക്കേജിംഗ് അടക്കം, ശീതീകരിച്ച മാർഗങ്ങളും, അതുപോലെ നമുക്കറിയാം ഉണക്കി സൂക്ഷിക്കുക, ഉപ്പിലിട്ട് സൂക്ഷിക്കുക പോലുള്ള സംഗതികൾ, ഇതെല്ലാം ഇതിനകത്ത് പെടുമെന്നുള്ളതാണ്. എന്തു തന്നെ ആയാലും കർഷകർക്ക് അവരുടെ വിള ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ
വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് നഷ്ടം സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. ഈ ഉണക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഈസി പ്രോസസ് അല്ല ഇത്. ഇതിന് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായ സാധന സാമഗ്രികളും എല്ലാം ഈ ഗവൺമെന്റ് എത്തിക്കുമെന്നുള്ള വാഗ്ദാനമാണ് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത്. ഒരിക്കലും കർഷകൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി. അതുപോലെ തന്നെ അധിക വിളകൾ കൃഷി ചെയ്യുന്ന രീതിയിൽ റവന്യൂ നിയമങ്ങളിൽ ഭേദഗതി വരുത്തും എന്നൊരു വാഗ്ദാനമാണ് കർഷകൻ അടുത്തതായിട്ട് നൽകിയിരിക്കുന്നത്. വലിയൊരു വാഗ്ദാനമാണ്. നമുക്കറിയാം, കർഷകരെ സംബന്ധിച്ച് ഒരു പാടശേഖരം ഉള്ള ഒരാൾ പെട്ടിരിക്കുകയാണ്. അയാൾക്ക് നെൽകൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഇടവിള വല്ലപ്പോഴും കൃഷി ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോഴൊക്കെ ഇടവിള കൃഷി ചെയ്യാനായിട്ട് ഈ സഖാക്കന്മാർ സമ്മതിക്കില്ല. നമുക്കറിയാം, ഒരുപാട് വയലുമായിട്ട് ബന്ധപ്പെട്ട് വിപ്ലവ ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. കർഷക തൊഴിലാളി യൂണിയനുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി സമരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പാടങ്ങളിൽ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ BJP വാഗ്ദാനം ചെയ്യുന്നത് ഞങ്ങൾ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന, അത് നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിൽക്കുമെന്നുള്ളതാണ്. നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയില്ല. ഏത് ഭക്ഷ്യ സാധനവും നമുക്ക് പോക്കറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് വാങ്ങി കഴിക്കാൻ സാധിക്കും. ഇത് 100% പ്രായോഗികമല്ലേ? ഇത് ഏത് വശമാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? ഈ UDFും LDFും ഒക്കെ വാഗ്ദാനം ചെയ്തതുപോലെ ഫ്രീ ബീസ് അല്ലേ ഇത്? നമ്മളെ രണ്ട് കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലല്ലേ അവരുടെ പ്രകടന പത്രിക? അടുത്തതായി എഴുതിയിരിക്കുന്നത് BJPക്ക് മാത്രം ഇപ്പോൾ വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതും കൊണ്ടുവരാൻ സാധിക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് എയിംസ് ആണ്. നമുക്കറിയാം, എയിംസിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പിടിവലികൾ UDFും LDFും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും എയിംസ് അവിടെ വരും ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എയിംസ് വരാത്തത്? എയിംസിന് വേണ്ട സ്ഥലം പോലും ഇതുവരെ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് എയിംസ് വരാത്തത്. BJP സർക്കാരിന്റെ കയ്യിലേക്കാണ് ഇനി കേരളം കിട്ടുന്നതെങ്കിൽ എയിംസ് എന്നത് യാഥാർത്ഥ്യമാകും എന്നതാണ് ആദ്യത്തെ വാഗ്ദാനം. കാരണം ഈ കേരളത്തിൽ അവർ ഈ എയിംസിന് പറയുന്ന ഏക്കർ കണക്കിന് സ്ഥലം കൊടുക്കാനായിട്ട് ഇല്ലാത്ത ഒന്നുമല്ല. അത് നമുക്കറിയാമല്ലോ. അത് കൃത്യമായി കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് BJPക്ക് ചെയ്യാം, അല്ലെ? അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ എയിംസ് വന്നില്ലേ? കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല? ഇതുകൊണ്ടാണ് വരാത്തത്. അതൊന്നും മാറ്റാൻ നമ്മുടെ ഒരു വോട്ട് കൊണ്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ന് ചികിത്സാ ചെലവാണ് ഓരോ വീടിന്റെയും അടിസ്ഥാനം വിളക്കിക്കളയുന്നത്. ചികിത്സാ ചിലവ് എന്ന് പറയുന്ന ഭീമമായ ആ ഒരു വിഷമത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി സ്റ്റേറ്റിൽ മുഴുവനായിട്ട് വിപുലീകരിക്കുമെന്നതാണ് അടുത്ത വാഗ്ദാനം. ഈ പദ്ധതി ഇപ്പോൾ തന്നെ നിലവിലുണ്ടെന്നും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ വ്യക്തികളും ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം. കേരളത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിന്റെ ഉത്തരവും നിങ്ങൾക്കറിയാം. ഇടതുപക്ഷം സമ്മതിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. നമുക്കറിയാം, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. അവരുടെ ചികിത്സ എന്ന് പറയുന്നത് 100% ഫ്രീ ആണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഒരുപാട് പേര് പ്രധാനമന്ത്രിക്ക് പരാതി അയക്കുവാണ്, ഇവിടെ കിട്ടുന്നില്ല സാറേ, എന്തെങ്കിലും ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ അവസ്ഥ മാറും. ഇവിടെ കിട്ടാത്തത് ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വൃത്തികെട്ട കളി മൂലമാണ്. ഇവിടെ BJP സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ കളിയൊക്കെ മാറും. നേരിട്ട് കേന്ദ്ര പദ്ധതികൾ നമുക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മളത് അർഹിക്കുന്നില്ലേ? നമ്മളിങ്ങനെ പണിയെടുക്കുന്നത് മുഴുവനും ആശുപത്രിയിൽ കൊണ്ടുപോയി കളയാനാണോ? അല്ലല്ലോ. നമുക്ക് ഫ്രീ ഇൻഷുറൻസ് വേണ്ടേ? ഗവൺമെന്റിൽ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട, സർക്കാരുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ നമുക്ക് വേണ്ടേ? അടുത്തതായി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ. ഭക്ഷ്യസുരക്ഷാ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്നൊരു ക്യൂരിയോസിറ്റി വരുന്നുണ്ടോ? നമുക്കറിയാം, NDAയുടെ ഭാഗമായ 2020 ഓൾറെഡി അവരുടെ പഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി നടപ്പിലാക്കിയായിരുന്നു. അതായത് അവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്നും ആ കാർഡുള്ള വ്യക്തിക്ക് 50% ഓഫ്, അതായത് 3000 രൂപയുടെ സാധനം 1500 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു മാസത്തിൽ ഒരു പർച്ചേസ്. അത് കേരളം മുഴുവൻ വരാൻ പോവുകയാണ്. ഇതില് പലചരക്ക് സാധനങ്ങൾ മാത്രമല്ല ഉൾപ്പെടുന്നത്, മറിച്ച് മരുന്നുകളും ഉൾപ്പെടും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരുപാട് പൈസ ചെലവാക്കും. കർഷകരുടെ ഈ പ്രശ്നം കാരണം മുഴുവനും ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് വലിയ വില കൊടുത്താണ് നമ്മൾ ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിന്. അതുകൂടാതെ ഒരു ആശുപത്രി കേസ് വന്നാൽ പെട്ടു. കാരുണ്യ പദ്ധതി ഒന്നും കിട്ടാനില്ല. കാരുണ്യയിൽ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് ശേഷമുള്ള മരുന്നുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. അതും കിട്ടുന്നില്ല. ഇതൊക്കെ മാറും. BPL കാർഡ് ഉടമകളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാർക്ക് പ്രതിമാസം 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ കാർഡുകളാണ് വരാൻ പോകുന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് അവർക്ക് മാസം ഭക്ഷ്യസാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളും വാങ്ങാം, മരുന്നും വാങ്ങാം. ഇത് സ്ത്രീകളുടെ പേരിലാണ് വരാൻ പോകുന്നതെന്ന് ആലോചിക്കണം. അതായത് റേഷൻ കാർഡ് ബേസ് ചെയ്തിട്ടാണ്. ഒരു സ്ത്രീ ശാക്തീകരണം കൂടെയാണ്. വർഷത്തിൽ 30,000 രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാശായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വക മാറ്റി ചെലവഴിക്കാനൊന്നും പറ്റില്ല. CPMന്റെ സർക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇത് പിണറായി വിജയൻ തരുന്നത് പോലെ കിറ്റല്ല. കിറ്റ് തന്നിട്ട് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നിട്ട് വോട്ട് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഉളുപ്പില്ലാത്ത പരിപാടിയല്ല. ക്യാപ്പബിലിറ്റിയാണ് തരുന്നത് നിങ്ങൾക്ക്. നിങ്ങളുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് പുഴുത്തരി മാത്രം വാങ്ങാനായിട്ടുള്ള ഒരു ഉപകരണമല്ല ഇനി മുതൽ. BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രതിമാസം 2500 രൂപയുടെ ഗ്യാരണ്ടി, ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ഗ്യാരണ്ടി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും.
ഇത് നിങ്ങൾ വേണ്ടെന്ന് വെക്കും. അടുത്തതായി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന മൊബൈൽ ആശുപത്രികൾ എന്നതാണ് വാഗ്ദാനം. മൊബൈൽ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വീട്ടിലൊരു ഡോക്ടർ വരിക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ചിലവുള്ള സംഗതിയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും അല്ലേ? ഇപ്പൊ സർക്കാരിന്റെ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഞാൻ പുച്ഛിക്കുകയല്ല കേട്ടോ. എന്റെ അമ്മ ക്യാൻസർ വന്ന് കിടന്ന സമയത്ത് പാലിയേറ്റീവ് കെയറിൽ നിന്നും ഞാൻ കെയർ എടുത്തിരുന്നു. ആ കെയർ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രൈവറ്റിൽ നിന്നും കൂടി എടുക്കേണ്ടി വന്നു. പ്രൈവറ്റ് വലിയ ചിലവേറിയതാണ്. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പ്രയോജനം ഇല്ലാത്തത്? ആംബുലൻസ് ഇല്ല, ആകെ ഒരൊറ്റ നഴ്സ് അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ, ഇവരെ കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഓടുന്നത്. ഇവർക്ക് ആകെ കയ്യിലുള്ളത് പാരസിറ്റമോൾ പോലത്തെ ഗുളികകളും എന്തെങ്കിലും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളുമാണ്. അത് ഇവര് ഇനിഷ്യേറ്റീവ് എടുത്ത് പാവം തോന്നിയിട്ട് പലതും കൊണ്ടു തരുന്നതാണ്. ഡയപ്പറുകളോ അല്ലെങ്കിൽ ഈ യൂറിൻ ബാഗുകളോ അങ്ങനത്തെ യാതൊരു അസിസ്റ്റൻസും ലഭ്യമല്ല, ഒന്നും തന്നെ ഇല്ല. ഈ പാലിയേറ്റീവ് കെയറിൽ ബുക്ക് ചെയ്താൽ തന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ തിരിച്ചു വിളിച്ച് എന്താ ഏതാ എന്നൊക്കെ ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് റിപ്ലൈ വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. ആ അവസ്ഥ മാറും BJP ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ. BJP വാഗ്ദാനം ചെയ്യുന്നത് ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ പഞ്ചായത്തിനും ഓരോ കോർപ്പറേഷനുകൾക്കും ഓരോ മൊബൈൽ ആശുപത്രി എന്നുള്ളതാണ്. അതിൽ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ ഉണ്ടാവും, കൂടെ ഒരു നഴ്സ് ഉണ്ടാവും, ജീവൻ രക്ഷാ മരുന്നുകൾ ഉണ്ടാവും, അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവും, അതുപോലെ ലാബിലേക്ക് രോഗിനെ കൊണ്ടുപോകാതെ സാമ്പിളുകൾ ശേഖരിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനവും ഉണ്ടാവും. ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വയോധികരായിട്ടുള്ള ആളുകൾ വീടുകളിൽ കിടപ്പുണ്ട്. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അവരെ വീട്ടിലേക്ക് വന്ന് ഡോക്ടർ നോക്കുന്ന സംവിധാനമാണ് 2026 വരേണ്ടത്. അത് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കട്ട് മുടിച്ചിരിക്കുന്ന സർക്കാർ, ഇപ്പോഴേ പാലിയേറ്റീവ് കെയർ കുഴിയിലേക്കാക്കി വെച്ചിരിക്കുന്ന സർക്കാർ ഇത് വല്ലതും കൊണ്ടുവരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു മാറ്റം NDAക്കൊപ്പം നിന്നാൽ കേരളം മാറും എന്നൊരു വാഗ്ദാനമാണ് അവർ നൽകുന്നത്. വലിയൊരു മാറ്റമായിരിക്കും ഇതിലൂടെ നമുക്ക് വരാൻ പോകുന്നത്. മനസ്സമാധാനത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ കാലിലൊക്കെ ഒരു മുറിവ് വന്നാൽ പോലും നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാണ് അത് പ്രമേഹമായിട്ടൊക്കെ മാറി വലിയ പ്രശ്നങ്ങളാവുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഓരോ വീടുകളിലും എന്താണ് നടക്കുന്നത്? പണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ആശാ വർക്കർമാരാണ്. നമുക്കറിയാം അവരുടെ ഗതി എന്താണ്, പിണറായി വിജയൻ സർക്കാർ അവരെ എങ്ങനെ ആക്കിയെന്ന്. അതൊക്കെ മാറും NDA ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഓൾറെഡി NDA ആശാ വർക്കർമാർക്ക് പ്രയോജനപ്രദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. കേന്ദ്രത്തിൽ കൂട്ടേണ്ടത് കൂട്ടിക്കഴിഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം BJP ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നുള്ളത്. അപ്പൊ ഇത് വിശ്വസിക്കാമല്ലോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഹോസ്പിറ്റൽ വരും എന്ന് പറഞ്ഞില്ലേ, ഇനി ആംബുലൻസും വരും. അതാണ് NDA അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം. ഇതുപോലെ തന്നെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനും കോർപ്പറേഷനും അതുപോലെ മുനിസിപ്പാലിറ്റിക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂർണ്ണ സജ്ജമായ ആംബുലൻസ്. പൂർണ്ണ സജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നവർ, അതുപോലെ അടിയന്തര സഹായം വേണ്ട ആൾക്കാർക്ക് ഹോസ്പിറ്റൽ എത്തുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള അടിയന്തര സഹായം നൽകാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉള്ള ICU ആംബുലൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ഒരു ICU ആംബുലൻസ് വിളിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3000 രൂപ കൊടുക്കണം. 108 വിളിച്ചാൽ വരുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? അപ്പൊ ഇതൊക്കെ മാറും NDA വന്നാൽ. ഈ വാഗ്ദാനം ഇവർ തരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് പാലിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ CPMന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. CPMന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ? സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഈ ഹോർഡിംഗ് മുഴുവനും കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ വെക്കുന്നതും CPMന്റെ സർക്കാർ തന്നെയാണ്. ഇനി UDFന്റെ കാര്യം നോക്കാം. DK ശിവകുമാർ കർണാടകത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടു തന്നാലാണ് ഇലക്ഷൻ വരെ അവർക്ക് നടത്താൻ പറ്റുക. അത്രയ്ക്ക് പാപ്പരാണ് അവരുടെ അവസ്ഥ. UDFന്റെ കയ്യിൽ കാശില്ല, കോൺഗ്രസിന്റെ കയ്യിൽ കാശില്ല എന്ന് വേണുഗോപാലും സതീശനും ഒക്കെ മാറി പറഞ്ഞു കഴിഞ്ഞു. ഇവര് ഭരണത്തിൽ കയറിയ KSRTCയിൽ ഫ്രീ ആയിട്ട് ഓടാൻ പറ്റും, റബ്ബറിന്റെ താങ്ങുവില 300 ആക്കുന്നൊക്കെ, ഇതൊന്നും പ്രായോഗികമല്ല നമുക്കറിയാം. ആസിയാൻ കരാർ നിലവിലുള്ള കാലത്തോളം റബ്ബറിന്റെ താങ്ങുവില 300 ആക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫ്രീ വീസ കൊടുക്കാൻ ഇവർക്ക് KSRTCയിൽ കയറി ഇപ്പൊ ടിക്കറ്റ് എടുത്ത് പോകാനായിട്ടുള്ള കാശില്ലാത്ത ആൾക്കാർ നാളെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കുമെന്നൊക്കെയുള്ള നുണകളാണ് പടച്ചുവിടുന്നത്. എന്നാൽ BJPക്ക് ഫണ്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി BJP സംഭാവന സ്വീകരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അത് സുതാര്യമാണ്. ഈ ബിനോയ് വിശ്വ ഒക്കെ ടേബിളിന്റെ അടിയിൽ കൂടെ പോയി വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പോലെ അല്ലത്. നാട്ടുകാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ BJPയുടെ കയ്യിൽ ഫണ്ടുണ്ട്. ആംബുലൻസും ഹോസ്പിറ്റലും ഒക്കെ വീട്ടിലെത്തിക്കാൻ BJP NDA വിചാരിച്ചാൽ സാധിക്കും. അവരുടെ ഒപ്പമുള്ള എല്ലാ ആൾക്കാരും ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്നവർ, അവർക്ക് നാട്ടുകാരെ പറ്റിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ രാജീവ് ചന്ദ്രശേഖർ ആയാലും സാബു ജേക്കബ് ആയാലും അങ്ങനെ തന്നെ. നിങ്ങൾക്കറിയാമല്ലോ. ഇത് മുഴുവനായും ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രകടന പത്രിക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? എന്റെ നാട് വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ കേരളം അർഹിക്കുന്ന അളവിൽ പുരോഗമനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുഴപ്പം ഇവിടുത്തെ ജനങ്ങൾ, എന്നെ പോലുള്ള എല്ലാ വ്യക്തികളും എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് അർഹിക്കുന്നത് എന്നത് തിരിച്ചറിയാതെ പോകുന്നതാണ്. ജനാധിപത്യം എന്നൊരു ടൂള് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കാത്തതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം എനിക്കുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനെ നന്നാക്കാനല്ല, ഒരു കമ്മിനെ മനസ്സിലാക്കാനും തിരുത്താനും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ജനങ്ങളെ നിങ്ങളോടാണ്. നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ. ഇതൊക്കെ നിങ്ങൾ അർഹിക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമോ എന്ന് മാത്രം ചിന്തിക്കൂ. BJP ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും. അത് ഇന്ത്യ മുഴുവനും അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാം. ഒരു അവസരം കൊടുത്താൽ കേരളം മാറും
എല്ലാവർക്കും വിസ മേടിച്ച് പോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വരും. ദയവായി കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, കേരളം മുഴുവൻ എത്തിക്കുക. എല്ലാവരും ചിന്തിക്കട്ടെ, നമുക്കും ഇതൊക്കെ അർഹതയുള്ളതാണെന്ന് മറ്റുള്ളവരും അറിയണ്ടേ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.